മൂന്നാർ ടൗണിൽ നിർമ്മിച്ചിട്ടുള്ള കാലപ്പഴക്കം ചെന്ന നടപ്പാലങ്ങളുടെ ബലക്ഷമത ഉറപ്പുവരുത്താൻ നടപടി വേണമെന്ന ആവശ്യം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടൗണിൽ നടപ്പാലം തകർന്നു വീണതിനെ തുടർന്ന് ഒരാൾക്ക് പരിക്ക് സംഭവിച്ചിരുന്നു. ദിവസവും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന മഴവിൽ പാലവും ചർച്ചിൽ പാലവുമൊക്കെ ബലക്ഷമത ഉറപ്പുവരുത്തി സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മൂന്നാർ ടൗണിൽ നല്ലതണ്ണി സ്റ്റാൻഡിന് സമീപം നടപ്പാലം തകർന്നു വീണ് ഒരാൾക്ക് പരിക്ക് സംഭവിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലത്തിലൂടെ ആദ്യകാലത്ത് വാഹനങ്ങൾ കടന്നുപോയിരുന്നു. പിന്നീട് ബലക്ഷയം വന്നതോടെ കാൽനടയാത്രയ്ക്ക് മാത്രമായി പാലം വിനിയോഗിച്ചു തുടങ്ങി. ഇതിനിടെയാണ് പാലത്തിന്റെ മധ്യഭാഗം തകർന്നു വീണതും ഒരാൾക്ക് പരിക്ക് പറ്റിയതും. ടൗണിൽ കാൽനടയാത്രയ്ക്ക് മാത്രമായി ഉപയോഗിക്കുന്ന വേറെയും പാലങ്ങളുണ്ട്. മാട്ടുപ്പെട്ടി സ്റ്റാൻഡിന് സമീപമുള്ള മഴവിൽ പാലത്തിലൂടെയും ചർച്ചിൽ പാലത്തിലൂടെയും ഒക്കെ ദിവസവും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. ഈ പാലങ്ങളുടെ ബലക്ഷമത ഉറപ്പുവരുത്തണമെന്നാണ് ആവശ്യമുയരുന്നത്. മൂന്നാർ പകുതിയിൽ நல்லதண்ணி ஸ்டாண்டில் இருக்கக்கூடிய ஒரு பாலம் பிரிட்டிஷ் காலகட்டத்தில் கட்டப்பட்ட அந்த பாலத்தில் போன வாரத்தில் ஒரு அபகடம் பட்டுருச்சு. அந்த பாலம் பழுதடைந்து பல வருஷங்களாயும் அதை சம்பந்தப்பட்ட அதிகாரிகள் அதை சரியான ரீதியில் பார்க்காதனால தான் அந்த அபகடம் அது லேசாக ஒரு ஆளுக்கு அடிபட்டிருக்குது. அதே போல் தான் இப்போ மூணார் பகுதியில் மாட்டுப்பட்டி ஸ்டாண்டில் இருக்கக்கூடிய 2 பாலங்கள், அது பிரிட்டிஷ் காலகட்டத்தில் கட்டப்பட்ட ஒரு பாலமும் சமீபத்தில் எம்எல்ஏடைய பண்டில் கட்டப்பட்ட ஒரு நடபாலமும் அதுவும் இப்போ பழுதடைந்து ரொம்ப மோசமான ரீதியில் அந்த பாலம் இருக்கிறது. கூடுதலாக பொதுஜனங்கள் நடக்கக்கூடிய அந்த பாலம், அதை சம்பந்தப்பட்ட அதிகாரிகள் உடனடியாக அந்த பாலத்தை பரிசோதனை செய்து அதற்கு வேண்டிய நடவடிக்கை எடுக்க வேண்டும் என்பதை മൂന്നാറുடைய പൊതുജനങ്ങളുടെ ഒരു കോരിക്കை. ചർച്ചിൽ പാലത്തിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട്. മഴവിൽ പാലത്തിന്റെ പല ഭാഗങ്ങളും തുരുമ്പെടുത്ത് നശിച്ചു കഴിഞ്ഞു. ഇരു പാലങ്ങളിലും സദാസമയവും കാൽനടയാത്രികരുടെ തിരക്കുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള അപകടം സംഭവിച്ചാൽ അത് ദുരന്തത്തിന് ഇടവരുത്തും. കഴിഞ്ഞ ദിവസം പാലത്തിന്റെ മധ്യഭാഗം ഇടിഞ്ഞ് കാൽനടയാത്രികൻ അപകടത്തിൽപ്പെട്ടെങ്കിലും കാര്യമായി പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് ആശ്വാസമായി. ഇടുക്കി ലൈവ് ന്യൂസ്, മൂന്നാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കണ്ണിൽ നിന്നും പൊന്മാമ്പൂവേ, നിന്നിൽ തിളങ്ങും സൂര്യസ്വർണ്ണമേ. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ.